ട്രസ്റ്റിൻ്റെ 16ാമത് പുരസ്കാരമാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. 2008 മുതലാണ് ഈ പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് തീരുമാനിച്ചത്. ആദ്യത്തെ പുരസ്കാരം ഒരുപാട് ഗ്രന്ഥങ്ങളുടെയൊക്കെ ശേഖരം നടത്തിയിട്ടുള്ള, ഗ്രന്ഥശേഖരത്തിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള കെ കുഞ്ഞമ്പു മാസ്റ്ററാണ് ആദ്യത്തെ പുരസ്കാര ജേതാവ്. നമ്മുടെ ചിറക്കൽ പുഴാതിയിലുള്ള അദ്ദേഹത്തിന് ശേഷം 14ാമതായിട്ട് നമ്മൾ പുരസ്കാരം നൽകിയത്, അല്ല 13ാമതായിട്ട് പുരസ്കാരം നൽകിയത് മറ്റൊരു അധ്യാപകനായിട്ടുള്ള പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറും കവിയും സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള ശ്രീ കൂമുള്ളി ശിവരാമൻ അവർകൾക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ പുരസ്കാരം നൽകിയത്. ഈ വർഷത്തെ പുരസ്കാരം അതൊരു രാജ്യമെമ്പാടും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു വനിതക്ക് നൽകണം എന്നുള്ള ട്രസ്റ്റിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുരസ്കാര നിർണയ സമിതി ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ അപേക്ഷ ക്ഷണിക്കുകയും അങ്ങനെ ലഭിച്ച അപേക്ഷയിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള ഒരു റിട്ടയേർഡ് അധ്യാപികയായിട്ട് ഇപ്പോഴും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള ശ്രീമതി AP പത്മിനി ടീച്ചർക്ക് പുരസ്കാരം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ടീച്ചറുടെ വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഇതിൻ്റെ കൂടെയുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചറെക്കുറിച്ച് പറയുന്ന സമയത്ത് അധ്യാപികയായി റിട്ടയർ ചെയ്തതിന് ശേഷവും കഴിഞ്ഞ 20 വർഷമായിട്ട് അധ്യാപന രംഗത്ത് തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി പത്മിനി ടീച്ചർ. നമ്മുടെ വിദ്യാനികേതൻ്റെ നിയന്ത്രണത്തിലുള്ള വേറ്റുമ്മൽ വേദവ്യാസ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാളായി ഇപ്പോഴും ടീച്ചർ സേവനമനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ വിദ്യാർത്ഥികളൊക്കെ ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നത് ടീച്ചർ അമ്മൂമ്മ ടീച്ചർ എന്നാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അധ്യാപികയായി ജോലി ചെയ്തു, അതിനുശേഷം റിട്ടയർ ചെയ്തതിന് ശേഷവും 20 വർഷമായിട്ട് ഈ പറഞ്ഞ വിദ്യാനികേതന സ്കൂളിൽ അധ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് ചെറിയ കുട്ടികളൊക്കെ ഇപ്പോഴും അമ്മൂമ്മ ടീച്ചർ എന്ന് ടീച്ചറെ അഭിസംബോധന ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ടീച്ചർ പ്രവർത്തിച്ചു വരികയാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ടീച്ചർ പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു, സാംസ്കാരിക രംഗത്തുണ്ട്, നല്ലൊരു പ്രാസംഗികയാണ്. ആ രീതിയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയെ സംഘർഷവിരുദ്ധമായിരുന്ന നാളുകളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ആ കാലഘട്ടത്തിലൊക്കെ നിരാലംബരായ വീടുകളിൽ നേരിട്ടെത്തി ആ കുടുംബങ്ങൾക്ക് സ്വാതന്ത്ര്യം പകർന്ന ഒരമ്മ കൂടിയാണ് ശ്രീമതി AP പത്മിനി ടീച്ചർ. ചിലപ്പോൾ പുരുഷന്മാർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഈ വീടുകളിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവർക്ക് ഒരു സ്നേഹം പകർന്ന സ്വാതന്ത്ര്യസ്പർശം പകർന്ന ടീച്ചറാണ് നമ്മളിന്നിവിടെ ഈ തവണ ആചരിക്കുന്നത്. അതുപോലെ ടീച്ചർ പിന്നെ സേവന മേഖലയിൽ ശ്രേയസ് കേരള എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ തലശ്ശേരി മേഖലയിൽ പാനുണ്ട അതുപോലുള്ള മേഖലകളിലൊക്കെ 4ഓളം തുന്നൽ പരിശീലന കേന്ദ്രങ്ങൾ ഈ ശ്രേയസ് കേരളയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ പൊയിലൂർ മേഖലയിൽ കുറേ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് കാർഷിക പിന്നെ കാര്യങ്ങളിൽ അവരെ ഇടപെടുത്തിക്കൊണ്ട് കാർഷിക വിഭവങ്ങൾ, പച്ചക്കറികൾ അതുപോലൊക്കെ കൃഷി ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ഉപജീവനം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ടീച്ചറുടെ നേതൃത്വം ഇപ്പോഴും ലഭിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരു വേറിട്ട വ്യക്തിത്വം എന്ന നിലയിലാണ് ഈ ശ്രീമതി പത്മിനി ടീച്ചർക്ക് നമ്മൾ ഈ പ്രാവശ്യം പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശ്രീമംഗലം ചിറക്കൽ ചെറിയയുടെ സമീപമുള്ള ശ്രീമംഗലം വയോജന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം സമ്മാനിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി രക്ഷാധികാരി ശ്രീമതി
KP ശശികല ടീച്ചറാണ്. അതോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്.